തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും വഴി നന്നാക്കി കൊടുക്കാമെന്ന വാഗ്ദാനം നിറവേറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറുന്നൂറ്റിമംഗലം വാർഡ് കമ്മിറ്റി പ്രവർത്തകർ നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിരുന്നു. അറുന്നൂറ്റിമംഗലം പള്ളിക്കുന്ന് സെന്റ് മാത്യൂസ് ആംഗ്ലിക്കൽ CMS ചർച്ചിനോട് ചേർന്ന റോഡാണ് സഞ്ചാരയോഗ്യമാക്കിയത്. അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട കുടുംബനാഥനും മറ്റ് രോഗികളും പ്രായമായവരുമടക്കം 10ഓളം കുടുംബങ്ങളും ആരാധനാലയത്തിൽ പോകുന്നവർക്കും ഏക മാർഗമായ 3 അടി വീതിയുള്ള കല്ലും ചെങ്കുത്തുമായ 100 മീറ്ററോളം വഴി നിരപ്പാക്കി കോൺക്രീറ്റ് ചെയ്താണ് നൽകിയത്. എൻ്റെ ഭർത്താവാണ് കാലില്ലാത്ത ആള്. ആ പുള്ളി ഒന്ന് വെളിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേനലായതുകൊണ്ട് ഇവരുടെ മുറ്റം വഴി വന്ന് ഇവിടം വരെ കയറിപ്പോവും. മഴ പെയ്താൽ അതുമില്ല, കാരണം ഈ വടി കുത്തിയ താണു പോവും. അതുകൊണ്ട് വീട്ടിലിരിപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അസുഖവും ഇല്ലായിരുന്ന ആളായിരുന്നു. ഈ കാല് നഷ്ടപ്പെട്ടെന്നല്ലാതെ കൊണ്ട് ഒരു അസുഖവും ഇല്ലായിരുന്നു. അതെല്ലാം മാറി പ്രഷറായി, ഷുഗറായി, കൊളസ്ട്രോളായി. ഈയിടെ ആയിട്ടാണ് ക്രിയാറ്റിനൊക്കെ കൂടി അങ്ങനെ ചികിത്സയിലിരിക്കുക ഇപ്പോൾ. അപ്പോൾ ഒരു വഴി ഏറ്റെടുത്ത് അത് ഒന്നും നടക്കുകയോ ഇറങ്ങുകയോ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു എന്നോട്. ക്രിയാറ്റിനൊക്കെ കൂടിയത് അതുകൊണ്ടാണ്. പ്രഷറും ഷുഗറൊന്നും ഇല്ലാത്ത ആളായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഒന്ന് നടക്കാൻ പോലും പറ്റി. ഏതായാലും ഈ പാർട്ടിക്കാർ വന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾക്ക് നന്ദിയുണ്ട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് മുളക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് ജെഫി ജോസഫ്, PR രാജീവ്, ബൈജു KP, മെമ്പർ സുജാത രമണൻ, ജോസഫ് പാത്തിക്കൻ, ആൻസർ പള്ളിക്കുന്ന്, രഘു മുള്ളൻകുഴി എന്നിവർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ഇവിടെ ഈ മെമ്പറിനോടും പഞ്ചായത്തിനോടും ഒക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഞങ്ങൾ അതങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നോടൊപ്പം വന്ന കോൺഗ്രസ് പ്രവർത്തകർ അവർ പറഞ്ഞു, ചേട്ടാ നമുക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ഏറ്റെടുത്ത് കോൺഗ്രസ്സുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ പണി ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത് ഏകദേശം 100 മീറ്റർ വീതി നീളവും 3 അടി വീതിയും ഉള്ള ഒരു നടപ്പുവഴിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വീതി കൂട്ടാൻ ഒക്കെ ചെയ്താൽ അവർക്ക് വണ്ടി പോകാനുള്ള സൗകര്യങ്ങൾ. ഇപ്പം ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു വീൽ ചെയറിലാണെങ്കിലും ജോയിക്ക് ഉടം വരെ പോകാനുള്ള ഒരു സൗകര്യം, പിന്നെ അവർക്ക് സുഖമായിട്ട് താമസിക്കാൻ നടക്കുക, സഞ്ചാരത്തിനുള്ള ഒരു മാർഗം. ഈ വീടുകൾക്ക് അപ്പുറത്ത് വേറൊരു പള്ളിയും കൂടി ഉണ്ട്. അതിലും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ അവർക്കൂടി ഒരു പ്രയോജനപ്രദമാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പുതുതായിട്ട് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ശ്രീമതി സുജാത രമണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, വാർഡ് പ്രസിഡന്റ് ശ്രീ ജോസഫ് പാത്തിക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ബൈജു, ശ്രീ രമണൻ, ആൽസൻ, ദേവിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടുത്തെ ആളുകളുടെ ആ മുഖത്ത് വന്ന ആ ചിരി ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കുള്ള ചാരിതാർത്ഥ്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തും എന്നുള്ള കാര്യം ഇവിടെ പ്രസ്താവിക്കുകയാണ്. i4e ന്യൂസ്, ഏറ്റുമാനൂർ.